നമുക്കെല്ലാവർക്കും വിഷമമുണ്ടാക്കിയൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ. പക്ഷേ അതിനും കൂടുതൽ എനിക്ക് വിഷമമുണ്ടാക്കിയൊരു കാര്യമാണ് ഈ പറയുന്ന കുറച്ച് അവതാരങ്ങൾ. ഇവന്മാരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഇങ്ങനെ കുത്തുകയറ്റും. ഓക്കെ, ഒരാളുടെ ദുഃഖത്തിൽ കണ്ടൻറ് ഉണ്ടാക്കാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. വീഡിയോ എടുക്കുന്നതും മറ്റുള്ളവരെ കാണിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. അത് അതിൻ്റെ രീതിയിൽ കുറച്ച് ബാക്കിക്കാരൻ കാണിക്കുക. കാരണം കുറേ ആൾക്കാർ അതൊക്കെ കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് മീ. നമ്മുടെ സെലിബ്രിറ്റീസിനെയൊക്കെ എല്ലാവരും ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ക്യാമറ ഇങ്ങനെ കുത്തിക്കയറ്റൽ. ഇപ്പോൾ ദിലീപ് അവിടെ ഇരിക്കുന്നതിൽ കുറ്റം പറയൽ, ഇൻക്ലൂഡ് ദിലീപിനെ പറയാൻ കാര്യം ഒരുപാട് കമൻസിൽ ഇവൻ ഇവിടെ ഇരിക്കാൻ പാടുള്ളൂ, അവരൊക്കെ പണ്ട് മുതൽ നല്ല സൗഹൃദത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അവരവിടെ ഇരുന്നോട്ടെ, നിനക്കൊക്കെ എന്താണ് കിടപ്പ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി വന്ന സമയത്ത് ധ്യാൻ എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞ് അവിടെ രാഷ്ട്രീയം കലർത്തുന്നു. സ്വന്തം അച്ഛൻ അവിടെ കിടക്കുന്നു. അപ്പോഴത്തേക്ക് കണ്ടവന്മാർ അച്ഛൻ വരുന്ന സമയത്ത് അദ്ദേഹം മരിക്കട്ടെ, അപ്പം ഞാൻ എഴുന്നേക്കാം, അല്ലെങ്കിൽ ധ്യാൻ എഴുന്നേക്കട്ടെ. അതല്ലേ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അല്ലാതെ സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ കണ്ടവന്മാർ വരുമ്പോൾ എഴുന്നേക്കുക, അതിലും വലിയ വികാരമൊന്നുമില്ല രാഷ്ട്രീയവും ഒന്നും. ഓക്കെ, പിന്നെ എൻ്റെ കമൻ്റ് ഇടുന്ന ആൾക്കാർ, കമൻസ് കണ്ട് കമൻറ്റ് വായിക്കാതിരിക്കുന്ന ആൾക്കാർ എന്നെ സമ്മതിക്കണം. അതിനെ പോയിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ അതിലും കൂടുതൽ സമ്മതിക്കണം. ഒരാളുടെ മരണത്തിൽ പോലും സ്വാർത്ഥമായിട്ടുള്ള തീരുമാനങ്ങളും അതേ കണക്കിന് അതിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എന്തിനാ നീയും ഒരിക്കലും മരിക്കും. നീ ഇഷ്ടപ്പെടുന്നവർ മരിക്കും, നീയും മരിക്കും, എല്ലാവരും മരിക്കും. അവസാനം എന്തിനാണ് എന്നാണ് എൻ്റെ ചോദ്യം. ക്യാമറ പിടിക്കുന്നവന്മാർ ഓക്കെ, സ്വന്തം ആരെങ്കിലും മരിക്കുന്ന സമയത്ത് എടുത്ത് ഇങ്ങനെ